സംഭവ സ്ഥലത്ത് ഇപ്പോൾ സരീഷ് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുമുള്ള വിവരങ്ങൾ, തത്സമയ വിവരങ്ങൾ തന്നെ നമുക്ക് ലഭ്യമാകും സരീഷിന്റെ അടുത്ത് നിന്നും. സരീഷ്, ഇപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ അവിടുത്തെ സാഹചര്യം ഏത് രീതിയിലാണ് എന്ന് ആണ് മനസ്സിലാകുന്നത്? അവിടെ ഇപ്പോൾ നിരവധി ആളുകൾ, ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ നിൽപ്പുണ്ടല്ലോ. അവരൊക്കെ എന്താണ് പറയുന്നത് ഈ അപകടത്തെക്കുറിച്ച്? അപകടത്തിന്റെ വ്യാപ്തി നേരിട്ട് കാണുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നിലവിൽ ഫ്ലൈ ഓവറിന് തൊട്ട് സമീപത്തെ ക്ലോക്ക് ടവർ, ആ ക്ലോക്ക് ടവറിന്റെ ബിൽഡിംഗ് ആണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. തൊട്ട് സമീപത്തായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ ട്രെയിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ ഈ കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ ട്രെയിനുകൾ ഇവിടെ എത്തുകയും നിർത്തിയിടുകയും ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ രണ്ടാം പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ആ അപകടം അല്പം മുൻപായിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയ തരത്തിലുള്ള ദുരന്തം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാകുന്നത് എന്ന് പറയുന്നത് ഇതിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ഭാഗത്തേക്ക്, അത് ഒരുപക്ഷെ സാധാരണഗതിയിൽ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്ന് മൂന്നാം പ്ലാറ്റ്ഫോമിലേക്കോ നാലാം പ്ലാറ്റ്ഫോമിലേക്കോ വരുന്ന ആളുകൾ ഇത്തരത്തിൽ ഇവിടെ വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ആളുകൾ ഉണ്ടായിട്ടില്ല, ആ സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ഒരു ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഒരു സെക്കൻഡ്. നമ്മൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ, കാറ്ററിംഗ് സ്റ്റാഫാണ്. ചേട്ടൻ എന്താ സംഭവിച്ചത്? ഞാൻ ഒന്നിലായിരുന്നു അവിടെ ഇരിക്കുക. പെട്ടെന്ന് ഇത് വീണതാണ്, പെട്ടെന്ന് ആ സാധനം മറിഞ്ഞ് വീണതാണ്. പക്ഷേ ആ സമയത്ത് ഇത് 2:05 എടുക്കുന്ന പാസഞ്ചറാണ്. അതുകൊണ്ട് വലിയ അപകടങ്ങളൊന്നും ഇല്ലാതെ കഴിച്ചിലായി. അല്ലെങ്കിൽ ഇവിടെ സാധാരണയായിട്ട് ആളുകൾ ഇരിക്കും, 1 മണി ശേഷം ആളുകൾ ഇരിക്കും. ആ സമയത്തൊട്ടാണെങ്കിൽ വലിയ വിപത്തായിരുന്നു. രാവിലെ ഇങ്ങോട്ടേക്ക് വന്ന് പാർക്ക് ചെയ്തതാണ്? അതെ, ഇത് രാവിലെ 9 മണിക്ക് ഒന്ന് പാർക്ക് ചെയ്യുന്ന, പിന്നെ 2:05 എടുക്കുക. അപ്പോൾ 1 മണിക്ക് ഇത് തുറക്കും, ഇത് ഓപ്പൺ ആയതിന് അപ്പോൾ ആളുകൾ കയറും. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഏതായാലും വലിയൊരു അപകടത്തിന് കഴിച്ചിലായി എന്ന് പറയാം. അടിയിൽ ആരും ഉണ്ടായിരുന്നില്ല, എല്ലാം ഓപ്പോസിറ്റായിട്ട്. ഇത് വീണിട്ട് ആളുകൾ പേടിച്ച് ഓടിപ്പോയി. ഇതെന്താ സംഭവം എന്നല്ല, ഭൂമിക്കുൽക്കാണോ വേറെ എന്തോ ആണോ. പക്ഷേ പെട്ടെന്ന് വീണായതുകൊണ്ട് വലിയ അപകടമില്ലാതെ കഴിച്ചിലായി. ഇതിനകത്ത് ആരും ഇല്ലാന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്? അത് ഉറപ്പ് ആരുമില്ല. ഓപ്പോസിറ്റ് നിൽക്കുകയായിരുന്നു? ഞാൻ നേരെ ഓപ്പോസിറ്റേക്ക്. ഞങ്ങളപ്പോൾ അവിടെ ഏറനാട് വണ്ടി വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പാസഞ്ചറൊക്കെ റെഡിയായിട്ട് ഇടിച്ച് നിൽക്കുക, വിളിച്ചറിഞ്ഞിട്ട്. പക്ഷെ ആ സമയത്താണ് പെട്ടെന്ന് വീണു. ആളുകളൊക്കെ പെട്ടെന്ന് ഭയന്ന് ഓടി. കനത്ത മഴയുണ്ടായിരുന്നു? നല്ല മഴ ഉണ്ടായിരുന്നു. ആ മഴയത്താണ് വീണത്. ഇത് കുറേ കാലമായിട്ട് ഈ ബിൽഡിംഗ് പഴക്കമുള്ളതാണോ? ഒന്നായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് ആ ബിൽഡിങ് അങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ വർക്കിൻ്റെ സ്റ്റോപ്പ് ചെയ്തെന്നാണ് കേട്ടത്, എന്താണെന്ന് അറിയില്ല കേട്ടോ. ഈ ക്ലോക്ക് ടവറിന്റെ ഭാഗമായിട്ട് കുറേ കാലമായിട്ട് പഴക്കമുള്ള കുറേ കാലമായിട്ട് പഴക്കമുള്ള ബിൽഡിങ്ങാണ്. നിലവിൽ ആരും ഇല്ലാന്ന് ഉറപ്പാണ്? ആരുമില്ല, നിലവിൽ ഇതിനകത്ത്, അതായത് ഈ 9 മണിക്കാണ് ഈ ട്രെയിൻ എത്തുന്നത്. കണ്ണൂരിൽ നിന്നും കോഴിക്കോടേക്കുള്ള പാസഞ്ചർ ട്രെയിനാണ്. ആ പാസഞ്ചർ ട്രെയിൻ എത്തി നിൽക്കുന്നു. ആ ഫ്ലൈ ഓവറിന് നിന്നും താഴേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പ്, ആ സ്റ്റെപ്പിന്റെ ഭാഗമാണ് ഇത്. ആ സ്റ്റെപ്പിന്റെ ഭാഗം ഉൾപ്പെടെയാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ ഇതിനകത്തേക്ക് ഇല്ല, ഈ അകത്ത് പെട്ടിട്ടില്ല. കാരണം 10, 9, 8, 9, 10 ആ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഈ ട്രെയിനിന്റെ ബോഗികൾ വരുന്ന ആ ഭാഗത്തേക്കാണ്. അതായത് ഭാഗത്തേക്ക് പോകുമ്പോൾ 10, 11, 12 മംഗലാപുരം ഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ 10, 11, 12 ഭാഗം, അതായത് 1-ാം പ്ലാറ്റ്ഫോമിൽ നിന്നും ടിക്കറ്റ് കൗണ്ടറിന്റെ സമീപത്തൂടെ എത്തി നമ്മൾ ഈ 2-ാം പ്ലാറ്റ്ഫോമിലോ 3-ാം പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത് ഫ്ലൈ ഓവറിലൂടെയാണ്. ആ ഫ്ലൈ ഓവറിന് തൊട്ട് സമീപത്തായാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഫ്ലൈ ഓവറിന്റെ ഒരു ഭാഗം കൂടി തകർന്നൊരവസ്ഥയിലേക്കാണ്. കാരണം ആ കെട്ടിടം തകർന്നു വീഴുന്നത് ആ ഫ്ലൈ ഓവറിലേക്കാണ്. അങ്ങനെ ഫ്ലൈ ഓവർ കൂടി തകരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉറപ്പ് പറയുന്നത്. എന്തായാലും നിലവിൽ ഉദ്യോഗസ്ഥർ പ്രതികരിക്കാൻ തയ്യാറല്ല. നമ്മൾ ഇതിനകത്ത് ആളില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ടോ? നിലവിൽ ഒരു പ്രതികരണത്തിനൊന്നും തന്നെ അവർ തയ്യാറല്ല, ഉദ്യോഗസ്ഥർ തയ്യാറല്ല. പ്രാഥമികമായ ഒരു പരിശോധന മാത്രമാണ് നടത്തുന്നത്. നേരത്തെ നമ്മളോട് സംസാരിച്ചത് ഒരു ദൃക്സാക്ഷിയാണ്. ആ ദൃക്സാക്ഷി 1-ാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് 2-ാം പ്ലാറ്റ്ഫോമിലേക്ക് അദ്ദേഹം ഈ ശബ്ദം കേട്ടാണ് നോക്കുന്നത്. പ്രാഥമികമായി നേരത്തെ പറഞ്ഞതുപോലെ ചോദിച്ചപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ അപകടം നടക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ പ്രാഥമികമായൊരു പരിശോധന നടത്തി കഴിഞ്ഞു. പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെയും ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും ഇപ്പോൾ കേരള ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് പോകുന്നത് കാണാം നമുക്ക്. നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് കൂടുതൽ ഈ ട്രെയിൻ ഉള്ളത് കൊണ്ട് തന്നെ അവശിഷ്ടങ്ങളൊന്നും തന്നെ, ഈ കെട്ടിടാവശിഷ്ടങ്ങളൊന്നും തന്നെ ട്രാക്കിലേക്ക് കൂടുതലായി
മറ്റ് ട്രാക്കുകളിലേക്ക് പോയിട്ടില്ല. അതോടൊപ്പം തന്നെ ആ ട്രാക്കുകളിൽ മറ്റൊരു വാഹനമോ അല്ലെങ്കിൽ ട്രെയിനോ എത്തിയിരുന്നില്ല എന്നുള്ളതും ഗുണകരമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ കാണാം, അതായത് ഈ TT-മാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഈ പെട്ടികളൊക്കെ ഇങ്ങോട്ടേക്ക് കാണാം. അത്തരത്തിൽ TT-കാരുടെയും അതോടൊപ്പം തന്നെ മറ്റ് ഡോക്യുമെന്റുകളൊക്കെ സൂക്ഷിക്കുന്ന മുറികളാണ്. ആ മുറികൾക്ക് സമീപത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ കുറച്ച് സമയം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ, കൂടുതൽ ട്രെയിനുകൾ വരുന്ന സമയമായിരുന്നെങ്കിൽ കൂടുതൽ ജീവനക്കാരും, നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതാണ്, ദൃക്സാക്ഷി സൂചിപ്പിച്ചതാണ്, 2 മണിക്ക് ഇവിടെ നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന പാസഞ്ചർ ട്രെയിനാണിത്. ആ പാസഞ്ചർ ട്രെയിന് ഒരുപക്ഷെ അപകടം നേരത്തെ ആയിരുന്നെങ്കിൽ ആ 9 മണിക്ക് ഇവിടെ എത്തിയപ്പോൾ ആ അപകടം വലിയ രീതിയിൽ കൂടുന്നൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ആളുകൾക്ക് അപകടത്തിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ 9 മണിക്ക് എത്തി മുഴുവൻ ആളുകളും പോയി കമ്പാർട്ട്മെന്റുകൾ മുഴുവൻ അടച്ച് ഡോർ ലോക്ക് ചെയ്തതിന് ശേഷമാണ് ഈ അപകടം സംഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ടും മറ്റു കൂടുതൽ ട്രെയിനുകൾ ഈ 3-ാം പ്ലാറ്റ്ഫോമിലേക്ക് വരേണ്ടതില്ല ഈ സമയം. കാരണം ഈ 9 മണി മുതൽ ഈ 2 മണി വരെ 2-ാം പ്ലാറ്റ്ഫോമിൽ ഈ പാസഞ്ചർ ട്രെയിൻ മാത്രമാണ് നിർത്തിയിടുന്നത്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഈ അപകടത്തിൽ കൂടുതൽ ആളുകൾ പെട്ടിട്ടില്ല എന്നൊരു ഉറപ്പ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ പിന്നീടൊരു സംശയം ഉണ്ടായിരുന്നത് ഈ ഉദ്യോഗസ്ഥർ, TT ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ഡോക്യുമെന്റുകൾ സൂക്ഷിക്കുന്ന ഒരിടം കൂടിയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടോ പ്ലാറ്റ്ഫോമുകളിൽ, അതായത് 3-ാം പ്ലാറ്റ്ഫോമിലേക്ക് ആരെങ്കിലും പോകുന്നതിന് ഈ പ്ലാറ്റ്ഫോം വഴിയാണ് വരുന്നത്. അങ്ങനെ തൊട്ട് സമീപത്ത് തന്നെയാണ്, അതായത് ഒരേ തറയിൽ തന്നെ ഒരു ഭാഗത്ത് 3-ാം പ്ലാറ്റ്ഫോം, മറുഭാഗത്ത് 2-ാം പ്ലാറ്റ്ഫോം. അങ്ങനെ 3-ാം പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന ഭാഗത്ത് ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ആശങ്കയായിരുന്നു. ആ സമയത്ത് ഫ്ലൈ ഓവറിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല, അടിയിൽ ആരും പെട്ടിട്ടില്ല എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് എന്തായാലും പോവുകയാണ്. എങ്കിൽ പോലും ഒരു പ്രാഥമികമായ ഒരു പരിശോധന കൂടി ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസിൻ്റെയും ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം ഇല്ല എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നില്ല എന്നൊരു ഉറപ്പ് അവർക്ക് ഉദ്യോഗസ്ഥർക്ക് വേണം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത് അല്ലെങ്കിൽ ഇതിനിടയിൽ ആളുകളുണ്ടോ എന്ന് പരിശോധിച്ചത് ഇവിടുത്തെ അതുതന്നെയാണ് സരീഷ്. എന്തായാലും ഈ പറയുന്നത് പോലെ വലിയ അപകടം സംഭവിച്ചിരിക്കുന്നു, എന്നാൽ വൻ ദുരന്തം ഒഴിവായി എന്നുള്ളത് തലനാരിഴയ്ക്ക് ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ ദുരന്തം ഉണ്ടായത് എന്നുള്ളതാണ്. സമയം ഇതായതുകൊണ്ട് മാത്രമാണ് വലിയ ദുരന്തം ഒഴിവായത്. ആളുകൾക്കാർക്കും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, അപകടം, പരിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഉണ്ടായത് വലിയ അപകടം ആണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2-ാം പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു കെട്ടിടം തകർന്നു വീണ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ കെട്ടിടം തകർന്ന് അതിൻ്റെ കല്ലുകളും ഇഷ്ടികകളും ഒക്കെ പ്ലാറ്റ്ഫോമിലേക്ക് വീണ് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനുണ്ട്, കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ ട്രെയിനാണ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. സ്ഥിരമായി പാസഞ്ചർ ട്രെയിനാണ് ഇവിടെ നിർത്തിയിടുന്നത്. ആ സമയത്ത് പാസഞ്ചർ ട്രെയിൻ നിർത്തുകയും പോകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണെങ്കിൽ വലിയ തരത്തിൽ യാത്രക്കാരൊക്കെ അവിടേക്ക് എത്തേണ്ട സമയമാണ്, എത്തുന്ന സമയമാണ്. അതുപോലെ തന്നെ റെയിൽവേ ജീവനക്കാരൊക്കെ വിശ്രമിക്കുന്ന സ്ഥലവും അവരുടെ മുറികളും ഒക്കെയുണ്ട്. ചെറിയ കടകളൊക്കെ, ടീ സ്റ്റോളുകൾ അടക്കം ഈ പ്ലാറ്റ്ഫോമിലൊക്കെ ഉള്ളതാണ്. എന്നാൽ ഈ ഒരു സമയത്ത് വലിയ തിരക്കില്ലാത്ത സമയമായതുകൊണ്ട് മാത്രം ഈ ഒരു വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസമായി തകർത്തു പെയ്യുന്ന മഴയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു കെട്ടിടം ഇടിഞ്ഞ് വീണിരിക്കുന്നത് എന്നാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടമാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ഈ ഒരു കെട്ടിടം. അതാണിപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. അവിടെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ അപകട ഭീഷണിയിലായിട്ടുള്ള കെട്ടിടങ്ങളും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ മാത്രമല്ല സംസ്ഥാനത്തൊക്കെ പല റെയിൽവേ സ്റ്റേഷനുകളിലും ഇത്രയും പഴയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ഈ കെട്ടിടങ്ങളൊക്കെ നിലനിൽക്കുന്ന